മുട്ടയുടെ ഗുണങ്ങൾ വളരെ നല്ലതാണ്. മുട്ട കഴിക്കാം, നമുക്ക് നല്ല വിറ്റാമിനും പ്രോട്ടീനും എല്ലാം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ പല്ല് വെളുപ്പിക്കുവാനും ഒരു പൽപ്പൊടിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. മുട്ടയുടെ തോട് നമ്മൾ പൊളിച്ചു കഴിഞ്ഞ് വേസ്റ്റിൽ കൊണ്ട് കളയും, അല്ലെങ്കിൽ ചെടികൾക്ക് കൊണ്ടിടും. നമ്മൾ കഴിക്കാം. നമ്മളെല്ലാം മുട്ട കഴിച്ചതിന് ശേഷം നമ്മുടെ മുട്ടയുടെ തോടും നമ്മൾ വലിച്ചെറിയാറുണ്ട്. അപ്പൊ മുട്ടയുടെ തോട് ഇനി മുതൽ ആരും വലിച്ചെറിയില്ല. അത് ഇതാണ് മുട്ടത്തോട് ഉണക്കി മിക്സിയിൽ പൊടിച്ച് അരിപ്പയിൽ തെള്ളി ഈ പൊടിയാണ് ഇത്. ഇതുപോലെയുള്ള നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ പൊടിച്ച് വെക്കണം. എന്നിട്ട് നല്ലവണ്ണം അടയ്ക്കണം, അടച്ചു വെക്കുക. യാതൊരു വിഷവും ഇല്ലാതെ നമുക്ക് മുട്ടയുടെ തോട് കൊണ്ട് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ കുടുംബത്തിന് പല്ല് തേച്ച് വെളുപ്പിക്കുവാൻ നമുക്ക് പൽപ്പൊടി ഉണ്ടാക്കാം. ഈ പൽപ്പൊടി ഉണ്ടാക്കുന്ന വിധം ഞാൻ താഴെ വീഡിയോയിൽ കൂടി പറയുന്നതാണ്. ഇക്കാര്യം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നത്. മുട്ടയുടെ തോട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് ഇതുപോലെ വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം. നല്ലവണ്ണം വൃത്തിയായി കഴുകി എടുത്ത് ഉണക്കി എടുത്ത് നല്ലവണ്ണം കംഫർട്ടായി അടച്ചു വെക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് സൂക്ഷിച്ചു വെക്കുക. അപ്പം മുട്ടത്തോട് ഇങ്ങനെ പൊടിച്ചിട്ട് തുറന്ന് വെച്ചിട്ട് പോകരുത്. അത് ആവശ്യം കഴിഞ്ഞാൽ അടച്ച് ഭദ്രമായി വെക്കുക നിങ്ങളും. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നതാണ്. ഇനി മുതൽ ഒരു പാത്രത്തിലേക്ക് പൊടിച്ച് വെള്ളത്തിലിട്ട് വെക്കുക. നല്ലവണ്ണം കഴുകുക. കഴുകിയതിന് ശേഷം നമ്മൾ വീണ്ടും പാത്രത്തിൽ 2-3 ദിവസം വെള്ളം മാറ്റണം. 3 ദിവസം വെള്ളത്തിൽ ഇങ്ങനെ ഇടുക. നല്ലവണ്ണം കുറച്ച് ഉപ്പും കൂടി ഇടണം. നല്ലവണ്ണം വൃത്തിയായി എല്ലാ ദിവസം കഴുകി 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുള്ള പാടകളെല്ലാം പൊളിച്ച് കളയും. ചെറിയൊരു പാടയും വെയിലത്ത് വെച്ച് 2 ദിവസം നല്ലവണ്ണം ഉണക്കണം. അപ്പം നല്ല കിലുകിലാന്നൊരു ഒച്ച കേൾക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മിക്സിയുടെ ജാർ എടുക്കുക, നല്ലവണ്ണം പൊടിക്കുക. പൊടിച്ചിട്ട് നമ്മുടെ അരിപ്പയോട് നല്ലോണം തെള്ളുക. ഈ തെള്ളിയെടുത്ത് നല്ല വൃത്തിയുള്ള നല്ല ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കുക. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം അത് കുറച്ചെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് കുറച്ച് ഉപ്പ് പൊടിയും കൂടി കൂട്ടി മിക്സ് ചെയ്ത് നല്ലവണ്ണം പല്ല് തേക്കുക. കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടൊക്കെ ഉപയോഗിക്കുക. നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ എത്ര മോശപ്പെട്ട കളറില്ലാത്ത പല്ലാണെങ്കിലും നിങ്ങൾ നല്ലവണ്ണം നമ്മുടെ പല്ല് നല്ല മുല്ലമൊട്ട് പോലെ ഇരിക്കും. നമുക്ക് ആരുടെ മുന്നിലും സംസാരിക്കാം, ചിരിക്കാം. നമ്മുടെ പല്ല് നല്ല വെളുത്ത്, എത്ര വലിയ പല്ലിലെ കറകളാണെങ്കിലും മഞ്ഞ നിറമാണെങ്കിലും നമുക്ക് നമ്മുടെ പല്ലിനെ വെളുപ്പിച്ച് എടുക്കാം. യാതൊരുവിധ വിഷവും ഇല്ലാത്ത ഒരു പൽപ്പൊടി നമുക്ക് സ്വന്തം നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, ഒരു കുഴപ്പമില്ല. വളരെ നല്ല ഒരു പൽപ്പൊടിയാണ്. ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ അടച്ചു വെക്കണം. നല്ല ഭദ്രമായിട്ട് അടച്ചു വെക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് കമന്റ് ബോക്സിൽ ഇടുക.